നമസ്കാരം. ഇന്ന് സംഭവിച്ചതിലേക്ക് സ്വാഗതം. ഞാൻ വേണു ബാലകൃഷ്ണൻ. തൃപ്പൂണിത്തുറ ചൂരക്കാട് വെടിക്കെട്ട് പുരയിൽ പൊട്ടിത്തെറി. തൃപ്പൂണിത്തുറ പുതിയകാവ് ക്ഷേത്രോത്സവത്തിനെത്തിച്ച വെടിക്കെട്ട് സാമഗ്രികൾ പൊട്ടിത്തെറിച്ച് ഒരു മരണം. തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. പരിക്കേറ്റ 25 പേരിൽ 4 പേരുടെ നില ഗുരുതരമാണ്. മത്സര വെടിക്കെട്ടിനെത്തിച്ച സ്ഫോടക വസ്തുക്കളാണ് പൊട്ടിത്തെറിച്ചത്. അനധികൃതമായാണ് വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിച്ചത്. അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തിയതിന് പുതിയകാവ് ക്ഷേത്ര ഭരണസമിതിക്കും ഉത്സവ കമ്മിറ്റിക്കും വെടിക്കെട്ട് സാമഗ്രികൾ എത്തിച്ചവർക്കും എതിരെ ഹിൽ പാലസ് പോലീസ് കേസെടുത്തു. 4 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പടക്കമെത്തിച്ച വാഹനത്തിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് സ്ഫോടനത്തിന് കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. കരാറുകാരന്റെ തിരുവനന്തപുരം പോത്തൻകോട്ടെ ഗോഡൌണിൽ പോലീസ് പരിശോധന നടത്തി. കരാറെടുത്ത ശാസ്തവട്ടം സ്വദേശി ആദർശ് സ്ഫോടനത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലാണ്. പോലീസ് പരിശോധനയിൽ ഗോഡൌണിൽ നിന്നും കഞ്ചാവ് കണ്ടെത്തി. വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള പ്രാരംഭ നടപടികൾ റവന്യൂ വിഭാഗം ആരംഭിച്ചു. ബലക്ഷയമുണ്ടായ വീടുകളിലേക്ക് മടങ്ങരുത് എന്നാണ് നിർദ്ദേശം. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. അശ്വിൻ പാലാഴി, അജീഷ് ജയകുമാർ, വിഷ്ണു സുരേഷ്, MG പ്രതീഷ് എന്നിവരാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം അജീഷ് ജയകുമാറിലേക്ക്. അജീഷ്, എത്ര പേർ എവിടെയൊക്കെ ചികിത്സയിലാണ്? എത്ര പേരുടെ നില ഗുരുതരമാണ്? എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? വേണു, ഈ വെടിക്കെട്ട് നടന്ന സമയത്ത് ഇത് നേരിട്ട് അപകടത്തിൽ പരിക്കേറ്റ 6 പേരാണ് ഉണ്ടായിരുന്നത്. ഈ 6 പേര് ഈ വെടിക്കെട്ട് ഈ സ്ഫോടനം നടന്ന സ്ഥലത്തുണ്ടായിരുന്നവരാണ്. ഇതിലൊരാളാണ് മരിച്ച ഉള്ളൂർ സ്വദേശിയായ വിഷ്ണു. ഇത് കൂടാതെ 5 പേര്. ഇവരെല്ലാവരും ഈ 5 പേരും കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് ചികിത്സയിലുള്ളത്. മൊത്തം 25 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇതിൽ ചിലർ താലൂക്ക് ആശുപത്രിയിലുണ്ട്, ചിലർ ജനറൽ ആശുപത്രിയിലുണ്ട്. ബാക്കി 7 പേർ സ്വകാര്യ ആശുപത്രികളിലാണുള്ളത്. നേരിട്ട് ഈ അപകടത്തിൽ പരിക്കേറ്റ 6 പേർക്കാണ് ശരീരത്തിൽ പൊള്ളലേറ്റിട്ടുള്ളത്. അതിൽ 4 പേരുടെ നിലയാണ് ഇപ്പോൾ ഗുരുതരമായിട്ടുള്ളത്. ഇവരുടെ അപകടനില തരണം ചെയ്തതായിട്ടാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. എന്നാൽ ബാക്കിയുള്ളവരുടെ പരിക്ക് അത്ര ഗുരുതരമല്ല. കാരണം ഇവരെല്ലാം ഈ അപകടം നടന്ന സ്ഥലത്തിന് സമീപത്തുണ്ടായിരുന്നവരാണ്. പലരും ഈ അടുത്തുള്ള വീടുകളിലുമൊക്കെ ഉണ്ടായിരുന്നവർ. ഈ ഗ്ലാസുകൾ പൊട്ടിത്തെറിച്ചും അതുപോലെ തന്നെ ഈ ശബ്ദത്തിന്റെ ഈ പ്രകമ്പനത്തിന്റെ ആഘാതത്തിലുമൊക്കെ പരിക്കേറ്റവരാണ്. ചിലരൊക്കെ നമ്മൾ താലൂക്ക് ആശുപത്രിയിൽ ചെന്ന സമയത്ത് ചില പ്രായമായ ആളുകൾ ഒക്കെ ഈ ആശുപത്രിയിൽ ചികിത്സ തേടി എത്തിയിരുന്നു. ഇവരൊക്കെ തന്നെ ഈ പ്രകമ്പനത്തിന്റെ ഭാഗമായിട്ട് ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവരൊക്കെയാണ്. അവർ അതിന്റെ ഭാഗമായിട്ട് ചികിത്സ തേടി ഈ ആശുപത്രിയിൽ എത്തിയതാണ്. മൊത്തം അങ്ങനെ 25 പേരാണ് ഉള്ളത്. ഈ വിഷ്ണുവിനെ നേരിട്ട് ഈ മരിച്ച വിഷ്ണു ഈ ഡ്രൈവറായിരുന്നു, ഈ ട്രാവലറിന്റെ ഡ്രൈവറായിരുന്നു. ഈ സാധനങ്ങൾ ഇറക്കാൻ സഹായിച്ചപ്പോഴാണ് അപ്പോഴാണ് പൊട്ടിത്തെറി ഉണ്ടായത്. അങ്ങനെയാണ് വിഷ്ണു ഗുരുതരമായി പരിക്കേറ്റ വിഷ്ണു മരിച്ചത്. ഈ പുതിയകാവ് ക്ഷേത്രം സംബന്ധിച്ച് നമുക്ക് അറിയാവുന്നതെന്ന് പറഞ്ഞാൽ ഈ ഉത്സവകാലം നമുക്ക് ഇനിയിപ്പോൾ ഈ 2024 ഉത്സവകാലം തുടങ്ങുകയായി. ഈ എറണാകുളം ജില്ലയിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട വെടിക്കെട്ട് നടക്കുന്നത് ഈ പുതിയകാവ് ക്ഷേത്രത്തിലാണ്. ഇതാണ് ഇന്നലെയും ഇന്നുമായിട്ട് നടക്കാൻ നിശ്ചയിച്ചിരുന്നത്. അതായത് ഇന്നലെ തെക്കും ഒരു ഭാഗത്തിൻ്റെ ഒരു കരയോഗത്തിൻ്റെ വെടിക്കെട്ട് നടന്നു. ഇന്ന് രണ്ടാമത്തെ കരയോഗത്തിൻ്റെ വെടിക്കെട്ട് നടത്താനായി എത്തിച്ചിരുന്ന വെടിമരുന്നാണ് പൊട്ടിത്തെറിച്ചത്. എന്തായാലും ഈ എറണാകുളം ജില്ലയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഉത്സവം കൂടിയാണ് ഈ പുതിയകാവ് ക്ഷേത്രത്തിലെ ഉത്സവം. ഇനി വരാനിരിക്കുന്നത് മരട് ക്ഷേത്രത്തിലെ വെടിക്കെട്ടാണ്. കാലാകാലങ്ങളായി ഈ ക്ഷേത്രത്തിലെ ഒരു പരമ്പരാഗത രീതിയാണ് ഇങ്ങനെ മത്സര വെടിക്കെട്ട്. എന്തായാലും 25 പേർ പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ഒരാൾ മരിച്ചു. 4 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. ബാക്കി എല്ലാവരും അപകടനില തരണം ചെയ്തതായിട്ട് DMO അറിയിച്ചു. ഇനി DMO മറ്റൊരു കാര്യം കൂടി അറിയിച്ചു. കാരണം ഇങ്ങനെ വലിയൊരു വെടിക്കെട്ട് ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് പല ആളുകൾക്കും കൗൺസിലിംഗ് ആവശ്യമായിട്ടുണ്ട്. കാരണം അത്രയധികം ആഘാതമാണ് ഈ വെടിക്കെട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഈ അടുത്തുള്ള വീടുകളുടെയൊക്കെ മേൽക്കൂര പോലും തെറിച്ചുപോയി. ഈ പരിക്കേറ്റ ഇവരുടെയൊക്കെ ശരീരാവശിഷ്ടങ്ങൾ പോലും പല ഭാഗത്തും തെറിച്ചുപോയി. ഇത് കണ്ടുകൊണ്ടിരുന്നവർക്ക് പോലും കൗൺസിലിംഗ് ആവശ്യമുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് തുടങ്ങിയതായിട്ട് അറിയിച്ചു. ഇവിടുത്തെ രക്ഷാപ്രവർത്തനം, അവിടുത്തെ സാധനങ്ങളെല്ലാം ഒതുക്കിയ ശേഷം പൂർണ്ണമായി അവിടുത്തെ ആ സ്ഥലം വൃത്തിയാക്കിയതിന് ശേഷമായിരിക്കും ഇനി നാളെ മുതൽ ആരോഗ്യവകുപ്പ് ഇവരെല്ലാം നേരിട്ട് കണ്ട് കൗൺസിലിംഗ് നടത്തുക. അതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ശരി, അജീഷ് ജയകുമാറാണ് പരിക്കേറ്റവരുടെ വിശദാംശങ്ങൾ നൽകിയത്. പുതിയകാവ് ക്ഷേത്രത്തിലെ ഈ കരിമരുന്നിൻ്റെ
കരാറെടുത്ത ഉടമസ്ഥന്റെ സ്ഥലം ഇപ്പോൾ പോലീസ് പരിശോധിച്ചു. ഗോഡൌൺ പോലീസ് പരിശോധിച്ചു. അതിന്റെ വിശദാംശങ്ങളുമായി MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. പ്രതീഷ്, എന്താണ് ഈ പരിശോധനയിൽ പോലീസ് കണ്ടെത്തിയത്? വേണു, തൃപ്പൂണിത്തുറയിലെ ഉഗ്രസ്ഫോടനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ തിരുവനന്തപുരത്തും പരിശോധന നടത്തുന്നത്. ഈ പടക്ക നിർമ്മാണത്തിനുൾപ്പെടെ കരാറെടുത്ത ഈ തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശിയായ ആദർശിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു വീട്ടിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ഗോഡൌൺ ആണ്. പടക്ക നിർമ്മാണ വസ്തുക്കളൊപ്പം പടക്കങ്ങളൊക്കെ തന്നെ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വീടാണ്. ഇത് വാടകയ്ക്ക് എടുത്തിരിക്കുന്ന ഒരു വീടാണ്. ഇവിടെയാണ് ഇപ്പോൾ പോലീസ് പരിശോധന നടത്തിയിരിക്കുന്നത്. ഈ പരിശോധനയിൽ പടക്ക നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ഒപ്പം വലിയ പടക്കങ്ങളടക്കം പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ പടക്ക നിർമ്മാണം അടക്കം നടക്കുന്ന ഒരു സ്ഥലം എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എത്തിയിരിക്കുന്നത്. ഈ ആദർശുമായി ബന്ധപ്പെട്ട നേരത്തെ ഈ തൃപ്പൂണിത്തുറ ഈ സ്ഫോടനത്തിൽ ആദർശിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. 60% പൊള്ളലേറ്റു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അവിടെ നിന്ന് ലഭിച്ച കൈമാറിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം പോത്തൻകോട് ഇപ്പോൾ പരിശോധന നടത്തിയിരിക്കുന്നത്. ഈ വീട്ടിൽ ഇത്തരത്തിൽ പടക്ക നിർമ്മാണം നടത്താനടക്കം ലൈസൻസ് ഉണ്ടോ, അതുമായി ബന്ധപ്പെട്ട അനുമതി ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. ഈ പോലീസ് ഈ വീട്ടിലെത്തുമ്പോഴൊക്കെ തന്നെ ഈ പടക്ക നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള അസംസ്കൃത വസ്തുക്കളെല്ലാം തന്നെ പല ഭാഗങ്ങളിലായി കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഒപ്പം ഈ പടക്കം ഒപ്പം ചില ഗുണ്ടുകളടക്കം ഈ സമീപത്തെ പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിച്ചെറിഞ്ഞ നിലയിലായിരുന്നു പോലീസ് കണ്ടെത്തിയത്. ഒപ്പം ഈ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കഞ്ചാവും, ചെറിയ അളവിൽ കഞ്ചാവ് അടക്കം പോലീസ് ഇതിനോടകം തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും ഇവിടെ നിന്ന് പിടിച്ച ഈ പടക്കം ഒപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള അസംസ്കൃത വസ്തുക്കളെല്ലാം തന്നെ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരിശോധന പൂർത്തിയായിട്ടുണ്ട്. ഇനി ഇത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഗോഡൌണിന് ഇത്തരത്തിൽ ഈ പടക്കം നിർമ്മിക്കാനും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും അനുമതി ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് പരിശോധിച്ച് വരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ പോലീസ് എത്തുമ്പോൾ തന്നെ ആരും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്ന പടക്കം മറ്റ് അസംസ്കൃത വസ്തുക്കളൊക്കെ തന്നെ ഇവിടെ നിന്ന് മാറ്റി എന്നുള്ള ഒരു സംശയവും നിലവിൽ പോലീസിനുണ്ട്. എന്തായാലും ഈ ഗോഡൌണുമായി ബന്ധപ്പെട്ട ഒരു വിശദമായ പരിശോധന ഇപ്പോൾ പോത്തൻകോട് പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് തുടർ നടപടികളിലേക്ക് കടക്കുക. ഈ അപകടത്തിൽ മരിച്ചതും തിരുവനന്തപുരം സ്വദേശിയാണ്. ഉള്ളൂർ സ്വദേശിയായ വിഷ്ണുവാണ് ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. ഇതിൽ കരാറെടുത്ത ആദർശ് എന്ന് പറയുന്ന വ്യക്തിയും ഇപ്പോൾ ഗുരുതരമായി പൊള്ളലേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ ആദർശ് ഇതുമായി ബന്ധപ്പെട്ട് ഈ പടക്ക നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എടുത്തിരുന്ന ഒരു ഗോഡൌണിലാണ് നിലവിൽ പോലീസ് പരിശോധന നടത്തുകയും ചില അസംസ്കൃത വസ്തുക്കൾ പടക്കം അടക്കം ഇപ്പോൾ പോലീസ് പിടിച്ചെടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. വേണു, പ്രതീക്ഷ, ഇപ്പോൾ ഈ പറയുന്ന സ്ഥലത്ത് മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളോടെ ലൈസൻസോടെ ആണോ അല്ലയോ പ്രവർത്തിക്കുന്നതെന്നൊക്കെ വേഗം പോലീസിന് ഉറപ്പുവരുത്താവുന്നതല്ലേ ഉള്ളൂ. അതിന്റെ വിവരങ്ങൾ ലഭ്യമാണോ? തീർച്ചയായും വേണു. കാരണം അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിശോധനയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇത്തരത്തിലൊരു ഗോഡൌണുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരം പോത്തൻകോട് പോലീസിന് ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന നടത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈ പെട്ടെന്നാരും തന്നെ ശ്രദ്ധിക്കാത്ത ഒരു പ്രദേശം കൂടിയാണ് പോത്തൻകോട് മടവൂർപ്പാറ ശിവക്ഷേത്രത്തിന് പ്രതീക്ഷയിലേക്ക് അടക്കം വരാം. ഈ തൃപ്പൂണിത്തുറ സ്ഫോടനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വരാം. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് താൽക്കാലിക ആശ്വാസം. SFIO അന്വേഷണം സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ട് എക്സാലോജിക്ക് നൽകിയ ഹർജിയിൽ വിധി പറയാൻ മാറ്റി. വിധി പറയും വരെ അന്വേഷണം നിർത്തിവെക്കണമെന്ന് കർണാടക ഹൈക്കോടതി ഉത്തരവിട്ടു. SFIO ആവശ്യപ്പെട്ട രേഖകൾ നൽകാൻ എക്സാലോജിക്കിന് നിർദ്ദേശം നൽകി. മനീഷ് മൂർത്തി കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. മനീഷ്, എന്താണ് കോടതി പറഞ്ഞത്? വേണു, താൽക്കാലിക ആശ്വാസം എന്ന് തന്നെ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കും. കാരണം എന്തായാലും തീയതി പ്രഖ്യാപിക്കാതെയാണ് താൽക്കാലികമായി കേസ് മാറ്റിവെച്ചിരിക്കുന്നത്. വിധി പറയാനായി മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റിസ് നാഗപ്രസന്നയാണ് കേസ് പരിഗണിച്ചത്. അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വിധി വരും വരെ, അതായത് ഈ കേസിൽ ഈ സ്റ്റേ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള എക്സാലോജിക്കിന്റെ കേസിൽ വിധി പറയുന്നത് വരെ തുടർ നടപടികളുമായി SFIO മുൻപോട്ട് പോകാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഈ ഒരു കാലയളവിൽ SFIO ആവശ്യപ്പെട്ട രേഖകൾ എക്സാലോജിക്ക് നൽകണം എന്നുള്ളൊരു കാര്യവും എന്തായാലും ഈ ഒരു വിധിയുടെ ഭാഗമായുണ്ട്. ഇനിയിപ്പോൾ എന്നായിരിക്കും ഈ കേസിൽ വിധി പറയുക എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും താൽക്കാലിക ആശ്വാസം എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഇത് പറയാൻ വേണ്ടി സാധിക്കും. എന്തായാലും രണ്ട് ഭാഗവും, അത് ഇരു ഭാഗങ്ങളും കൃത്യമായി തന്നെയാണ് കാര്യങ്ങൾ എന്തായാലും കോടതിയിൽ
ഇന്നിപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് അരവിന്ദ് ദത്താറാണ്, എക്സാലോജിക്കിന് വേണ്ടി അഡ്വക്കേറ്റ് അരവിന്ദ് ദത്താറാണ് ഹാജരായത്. അത് അദ്ദേഹം പറഞ്ഞത് ഈ രണ്ട് രീതിയിലുള്ള അന്വേഷണം, അതായത് രജിസ്ട്രാറുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടക്കുന്നു, അതിനൊപ്പം തന്നെ SFIയുടെ അന്വേഷണവും നടക്കുന്നു. ഇത് രണ്ടും ഈ ഒരേ കേസിൽ ഈ രീതിയിൽ രണ്ട് അന്വേഷണം നടക്കുന്നതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. മാത്രമല്ല 210 കമ്പനി നിയമപ്രകാരം 210 പ്രകാരമാണ് രജിസ്ട്രാറുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നത്. ഇത് 212 എന്ന് പറയുന്ന ഒരു വകുപ്പ് പ്രകാരമാണ്. അത് UAPA പോലുള്ള അതികഠിനമായ നിയമമാണ്. സഹാറ പോലുള്ള ഗ്രൂപ്പുകൾ നൂറുകണക്കിന് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ സഹാറ പോലുള്ള ഗ്രൂപ്പുകളിൽ മേൽ ആ രീതിയിലുള്ള തട്ടിപ്പുകൾ നടക്കുമ്പോൾ എടുക്കുന്ന കേസാണ് 212 വകുപ്പ് പ്രകാരം കേസെടുക്കുന്നത്. അതാണ് എന്തായാലും ഈ 1,76,00,000 രൂപയുടെ ഒരു ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ എടുത്തിരിക്കുന്നത്. തുടങ്ങിയ കാര്യങ്ങളാണ് എന്തായാലും ഈ പറഞ്ഞ രീതിയിൽ അരവിന്ദ് ദത്താർ കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇതിനൊക്കെ കൃത്യമായി തന്നെ കൗണ്ടർ ചെയ്തിരുന്നു SFIക്ക് വേണ്ടി ഹാജരായിട്ടുള്ള അഡീഷണൽ സോളിസിറ്റർ ജനറൽ കെ അരവിന്ദ് കമ്മത്ത്. അദ്ദേഹം പറഞ്ഞത് ഈ പറഞ്ഞ അന്വേഷണത്തിനിടയിൽ, അതായത് ഇപ്പോൾ നിലവിൽ ഇതുവരെ നടത്തിയ അന്വേഷണത്തിനിടയിൽ ആദായ നികുതി രേഖകൾ പരിശോധിച്ചിരുന്നത് 135 കോടി രൂപ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനയായി നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരം മനസ്സിലാക്കുന്നു. മാത്രമല്ല സേവനം നൽകാതെ 1,76,00,000 രൂപ എക്സാലോജിക്ക് കൈപ്പറ്റിയതായി തെളിഞ്ഞിരിക്കുന്നു. ഇത് എല്ലാം തന്നെ ഇത് ഇൻകം ടാക്സ് രേഖകളിൽ നിന്ന് ലഭിച്ച വിവരമാണ്. പക്ഷേ മറ്റൊരു കാര്യം, SFI അതായത് ഈ ഘട്ടത്തിൽ ഈ അന്വേഷണം റദ്ദാക്കണമെന്നുള്ള ഹർജി എത്രത്തോളം നിലനിൽക്കുമെന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. മാത്രമല്ല അന്വേഷണത്തിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ അത് ഹർജിക്കാരന് ചൂണ്ടിക്കാണിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും രേഖകൾ പ്രകാരം 135 കോടി രൂപയുടെ ഇടപാടാണ് നടന്നിരിക്കുന്നത്. പക്ഷേ സുതാര്യമല്ലാതെ അതിലധികം കോടി രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന സംശയവും എന്തായാലും SFI ഈ ഒരു ഘട്ടത്തിൽ എന്തായാലും പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ക്രോഡീകരിച്ചാണ് എന്തായാലും തൽക്കാലികം ഇത് വിധി പറയാനായി കേസ് അപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. അത് താൽക്കാലികമായ ഒരു ആശ്വാസം എന്ന രീതിയിൽ തന്നെ എക്സാലോജിക്കിനും അതുപോലെ തന്നെ വീണ വിജയനും ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. എന്തായാലും വിധി വരും വരെ അന്വേഷണം തുടർ നടപടികളെല്ലാം തന്നെ നിർത്തിവെക്കണം എന്നുള്ള നിർദ്ദേശം SFIക്ക് നൽകിയിരിക്കുന്നു. എക്സാലോജിക്കിന് SFI ആവശ്യപ്പെട്ട രേഖകൾ നൽകണം എന്നുള്ളൊരു നിർദ്ദേശവും ഇപ്പോൾ കോടതി നൽകിയിട്ടുണ്ട്. മനീഷ്, ഈ രേഖകൾ നൽകണമെന്ന് പറയുമ്പോൾ തന്നെ അന്വേഷണത്തിന്റെ ഗതിയുമായി സഹകരിക്കുക, അതതിൻ്റെ സ്വാഭാവിക വഴിക്ക് പോകട്ടെ എന്ന ഒരു നിരീക്ഷണം ആണ് കോടതി നടത്തിയതെന്ന് കരുതാമോ? എന്ന് വെച്ചാൽ കടുത്ത നടപടികളിലേക്ക് പോകേണ്ട, എക്സാലോജിക്ക് സഹകരിക്കുക, SFIO അതിനനുസരിച്ചുള്ള തുടർ നടപടികളിലേക്ക് പോവുക, അങ്ങനെയാണോ വിധി വരുന്നത് വരെ ഒരു സമീപനമായി SFIO പുലർത്തേണ്ടതെന്ന് കോടതി നിർദ്ദേശിക്കുന്നത്? അതായത് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് അങ്ങനെ തന്നെ പറയാം. കാരണം എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും വീണ വിജയന്റെ നോട്ടീസും തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ വന്ന ഒരു സാഹചര്യത്തിലാണ് വളരെ വേഗത്തിൽ ഈ ഒരു സ്റ്റേ ഓർഡറുമായി അല്ലെങ്കിൽ സ്റ്റേ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജി എന്തായാലും കർണാടക ഹൈക്കോടതിയിൽ വരുന്നത്. അപ്പോൾ എക്സാലോജിക്ക് എന്തായാലും ഈ അന്വേഷണവുമായി സഹകരിക്കാനുള്ള സാധ്യതയില്ല, അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെയായിരുന്നു കാര്യങ്ങൾ മുൻപോട്ട് പോകാനുണ്ടായിരുന്ന ഒരു സാധ്യത എന്ന് പറയുന്നത്. അതിനെതിരെയാണ് ആ ഒരു ഘട്ടത്തിലാണ് എന്തായാലും ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഈ രീതിയിലുള്ള ഒരു തീരുമാനം ഇപ്പോൾ അല്ലെങ്കിൽ ഒരു വിധി ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ വിധി പറയുന്നത് വിധി പുറപ്പെടുവിക്കുന്നത് വരെ വിധി പറയാനായി മാറ്റുന്നു. വിധി പുറപ്പെടുവിക്കുന്നത് വരെ എന്തായാലും അന്വേഷണം താൽക്കാലികമായി നിർത്തിവെക്കുക, തുടർ നടപടികൾ എന്തായാലും പാടില്ല. പക്ഷെ അതേസമയം തന്നെ എക്സാലോജിക്കിനോടും ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു സമീപനം സ്വീകരിക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. എക്സാലോജിക്ക് SFIO ആവശ്യപ്പെടുന്ന രേഖകളെല്ലാം കൃത്യമായി നൽകണം എന്നുള്ളൊരു നിർദ്ദേശവുമാണ് എന്തായാലും കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മനീഷ്, SFIOയ്ക്ക് രേഖകൾ നൽകണം എന്ന് വീണയോടും എക്സാലോജിക്കിനോടും കോടതി പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എക്സാലോജിക്കിന്റെ പ്രധാനപ്പെട്ട ആവശ്യം 2 അന്വേഷണം നടക്കുന്നു, അത് തടയണമെന്നതാണല്ലോ. പക്ഷെ ഒരർത്ഥത്തിൽ കോടതി പറയുന്നത് ഈ രണ്ടാമത്തെ അന്വേഷണത്തോട് സഹകരിക്കണമെന്നല്ലേ? ആ ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഈ വിധിയെ കാണാം. എന്തായാലും 2 അന്വേഷണം നിയമവിരുദ്ധമാണ് എന്നുള്ളതാണ് എക്സാലോജിക്കിന്റെ അഭിഭാഷകനായിട്ടുള്ള അരവിന്ദ് ദത്താർ പറഞ്ഞത്. അത് 210 പ്രകാരവും 212 പ്രകാരം ഈ 2 പ്രകാരമുള്ള അന്വേഷണം നടക്കുന്നു. അത് നിയമപരമല്ല എന്നുള്ളൊരു കാര്യമാണ് എന്തായാലും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതെല്ലാം ഈ വിധി വരുമ്പോൾ അതിനെല്ലാം കൃത്യമായി തന്നെ കോടതി നോക്കിക്കാണും എന്നുള്ളതാണ്. ഇതിപ്പോൾ താൽക്കാലികമായി കോടതി വിധി വരുന്നത് വരെയുള്ള ഒരു സമയം, അത് എന്നാണത് കോടതി വിധി വരിക എന്ന് നമുക്കിപ്പോൾ പറയുക വയ്യ. എന്തായാലും അത് വരുന്നത് വരെയുള്ള ഒരു സമയത്തേക്ക് ഉള്ള ഒരു ഉത്തരവായിട്ടാണ് എന്തായാലും ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത്. അതിൽ സഹകരിക്കണമെന്ന് പറയുന്നു. അതായത് രേഖകൾ നൽകണമെന്ന് തന്നെയാണ് എക്സാലോജിക്കിന് നൽകിയിട്ടുള്ള നിർദ്ദേശം. സമാനമായ രീതിയിൽ തന്നെ ഈ പറഞ്ഞ രീതിയിൽ SFIയോട് താൽക്കാലികമായ അന്വേഷണം, അതായത് തുടർ നടപടികളിലേക്ക് പോകേണ്ടതില്ല എന്നൊരു നിലപാടും എന്തായാലും കോടതി എടുക്കുന്നു. അപ്പോൾ താൽക്കാലിക ആശ്വാസം എന്ന് പറയുമ്പോൾ താൽക്കാലികമായ അന്വേഷണം നിർത്തിവെക്കുന്നു, അല്ലെങ്കിൽ താൽക്കാലികമായി മറ്റ് തുടർ നടപടികൾ നിർത്തിവെക്കുന്നു എന്ന് പറയുമ്പോഴും പക്ഷേ രേഖകൾ നൽകണം എന്നുള്ളൊരു നിർദ്ദേശം എന്തായാലും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ട്. ശരി, മനീഷ് മൂർത്തിയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്ന പ്രധാനപ്പെട്ട വാർത്തയാണ്. വീണ വിജയന് ആശ്വാസം. കർണാടക ഹൈക്കോടതിയിൽ SFIO അന്വേഷണത്തെ എതിർത്തുകൊണ്ട് വീണ വിജയൻ ഹർജി നൽകിയിരുന്നു. അതിൽ വാദം കേട്ട ശേഷം കോടതി അത് വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ്. അതുവരെ കടുത്ത നടപടികൾ പാടില്ല, തുടർ നടപടികൾ പാടില്ല എന്ന നിർദ്ദേശം SFIOയ്ക്ക് നൽകിയിരിക്കുകയാണ്. മാത്രമല്ല എക്സാലോജിക്ക് SFIOയ്ക്ക് വേണ്ട രേഖകളെല്ലാം നൽകണം എന്നും കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു.
വീണ്ടും തൃപ്പൂണിത്തുറയുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ്. അവിടെ ഇന്ന് 10:30 മണിയോടെയാണ് സ്ഫോടനമുണ്ടായത്. ഒരാൾ മരിച്ചു, 5 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അവരുൾപ്പെടെ 25ഓളം പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. പടക്കം സൂക്ഷിച്ചിരുന്ന കെട്ടിടത്തിലാണ് സ്ഫോടനമുണ്ടായത്. പടക്കം കൊണ്ടുവന്ന വാഹനം പൂർണ്ണമായും കത്തിനശിച്ചു. പുതിയ വിവരങ്ങളുമായി വിഷ്ണു സുരേഷും ചേരുന്നുണ്ട്. വിഷ്ണു, ഇപ്പോൾ എത്രമാത്രം നാശനഷ്ടം കണക്കാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഏതാണ്ട് എത്രത്തോളം വീടുകൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്? ഇവരൊന്നും തിരിച്ച് വീടുകളിലേക്ക് പോകരുതെന്ന് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ടല്ലോ. പകരം സംവിധാനങ്ങൾ എന്തൊക്കെയാണ് ഏർപ്പെടുത്തുന്നത്? വേണു, ഏകദേശം 50ലധികം വരുന്ന കെട്ടിടങ്ങൾക്ക് ഗുരുതരമായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് റവന്യൂ വകുപ്പിന്റെ പ്രാഥമിക നിഗമനം. ഇതിനോടകം തന്നെ മുനിസിപ്പാലിറ്റിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗവും റവന്യൂ വിഭാഗവും പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ സ്ഫോടനത്തിൽ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ച ആളുകളുടെ രജിസ്ട്രേഷൻ നടപടികളാണ്. നേരത്തെ കളക്ടർ സൂചിപ്പിച്ചിരുന്നു എത്രയും പെട്ടെന്ന് ഇവർക്കുള്ള നഷ്ടപരിഹാര തുക ലഭ്യമാക്കുമെന്ന്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇവർക്ക് എന്ത് കേടുപാടുകളാണ് സംഭവിച്ചത്, ഇവരുടെ വീടിൻ്റെ അഡ്രസ്സ്, പേര്, ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടു, അക്കാര്യങ്ങളെല്ലാമാണ് നിലവിൽ ഇവിടെ ആരംഭിച്ചിരിക്കുന്ന തൃപ്പൂണിത്തുറ റവന്യൂ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്ന ഈ രജിസ്ട്രേഷൻ കൗണ്ടറിൽ നൽകേണ്ടത്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ടോക്കൺ നൽകും. പിന്നാലെ ഇവരുടെ വീടുകൾ എഞ്ചിനീയറിംഗ് വിഭാഗം എത്തി പരിശോധിക്കും. ആ പരിശോധനയിലായിരിക്കും നഷ്ടം കണക്കാക്കുക. അതിനുശേഷമായിരിക്കും ഇവർക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള തുകയിലേക്ക് എത്തുക. അത് പ്രധാനമായും ഡെപ്യൂട്ടി കളക്ടർക്കാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ചുമതല നൽകിയിരിക്കുന്നത്. ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നായിരിക്കും ആ തുക നൽകുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏകദേശം ഇതിനോടകം തന്നെ 50ലധികം ആളുകൾ ഈ പ്രദേശത്ത് ഈ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തും. സ്ഥാപനങ്ങൾക്കും വീടുകൾക്കും 2 കൗണ്ടറുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ചേട്ടാ, വീടുകൾക്ക് കൂടുതൽ കേടുപാട് സംഭവിച്ചിട്ടുണ്ട്? ഒരു 10-20 ജനൽപ്പാളി, കുറേ വാതിലുകൾ പോയി, കുറേ സാധനങ്ങൾ ഐറ്റംസ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇവിടെ ഈ രേഖകളൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്? കൊടുക്കാൻ ഞാൻ വാടക താമസിക്കണം. അപ്പോൾ അതിന് കൊടുക്കുമ്പോൾ മുതലാളി വേണമെന്ന് പറയുമ്പോൾ ചേട്ടാ, കാര്യമായി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് പറ്റിയത്? തീർച്ചയായിട്ടും ഉണ്ട്. ജനലിലെ വാതിലെല്ലാം പോയി, തകരാറായി. അതിനടുത്താണോ സ്ഥലം? വീടിന് ഞങ്ങളുടെ അടുത്ത വഴിയിലാണത്. പക്ഷെ അവിടെ കൂടെ അത്രയും ഒരു ഡാമേജ് ഉണ്ട്. അത്രയും എന്തൊക്കെയാണ് വീട്ടിൽ സംഭവിച്ചിട്ടുള്ളത്? വീട്ടിലെ ജനലുകൾ, വാതിലുകൾ ഒക്കെ പോയി. പിന്നെ റൂഫിങ് മറ്റേ പോളികാർബണിൻ്റെ ഷീറ്റ് ഇട്ടിരുന്ന ഫ്രണ്ടിൽ, അത് അവിടുത്തെ മരത്തിൻ്റെ ഒരു കൊമ്പ് വന്ന് തെറിച്ച് വന്ന് വീണ് കുത്തി. അത് കുറേ ദൂരത്താണോ ഈ സ്ഥലത്ത് നിന്ന്? എത്ര ദേശത്ത് തന്നെ ആ വളവിൽ തന്നെ. ഇപ്പോൾ സ്ഫോടനം നടന്ന അവിടെ നിന്ന് ഒരു 10 അടി. ഇവിടെ എന്തൊക്കെ രേഖകളാണ് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ എന്തൊക്കെ രേഖ പറഞ്ഞേക്കണത്? ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി, റേഷൻ കാർഡിൻ്റെ കോപ്പി, കരടച്ച റെസീറ്റ്, ആധാർ കാർഡിൻ്റെ കോപ്പി, ഇത്ര സാധനങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. വേണു, അങ്ങനെയാണ് പല ആളുകളുടെയും വീടിൻ്റെ മേൽക്കൂര, അതോടൊപ്പം ജനൽപ്പാളികൾ, ചില്ലുകൾ, പല വീടുകളും ഏകദേശം നിലംപതിക്കാറായ രീതിയിലുണ്ട്. ബലക്ഷയം സംഭവിച്ച വീടുകളുണ്ട്. അത്തരം വീടുകളിലേക്കൊന്നും ആരും എത്തരുത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രവേശിക്കരുത് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവർക്ക് വേണ്ടി താൽക്കാലികമായി തുറന്നിരിക്കുന്ന ക്യാമ്പാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അങ്ങോട്ടേക്കായിരിക്കും അവരെ എത്തിക്കുക. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് ചില ആളുകൾക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ, അതായത് പെട്ടെന്നുണ്ടായ ഒരു ആഘാതമാണ്, ആ ആഘാതത്തിൽ നിന്ന് മുക്തരാകാൻ അവർക്ക് ഒരുപക്ഷെ സാധിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള നടപടികളും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട നടപടി ഈ നഷ്ടപരിഹാരം കണക്കാക്കുക. നഷ്ടപരിഹാരം കണക്കാക്കിയ ശേഷം അത് നൽകുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രാരംഭ നടപടിയാണ് നിലവിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ 50ലധികം പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏകദേശം 100 കണക്കിന് ആളുകൾ ഇതിൻ്റെ നഷ്ടപരിഹാരം അല്ലെങ്കിൽ അവർക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായ കണക്ക്. ഇതിൻ്റെ ഒരു ആകെ തുക എത്രയാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ എഞ്ചിനീയറിംഗ് വിഭാഗം ശാസ്ത്രീയമായി നടത്തുന്ന പരിശോധനയ്ക്കൊടുവിൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. അതിദാരുണമായ സംഭവമാണ്. ഒരു സുപ്രഭാതത്തിൽ തങ്ങൾ സമ്പാദിച്ചതെല്ലാം ഒറ്റയടിക്ക് അങ്ങ് തകർന്നു പോകുന്ന കാഴ്ച കൺമുൻപിൽ കണ്ട ആളുകളാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നവർ. ഇനി എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല. എത്രയും പെട്ടെന്ന് സർക്കാർ സംവിധാനങ്ങൾ ഇവർക്ക് വേണ്ട സഹായങ്ങൾ ലഭ്യമാക്കണം എന്നുള്ളതാണ് ഇവർക്കൊന്നാകെ പറയാനുള്ളത്. അവർക്ക് സംഭവിച്ച നഷ്ടങ്ങൾക്കെല്ലാം അത് അവരുടെ തെറ്റുകൊണ്ട് സംഭവിച്ചതല്ല, മറ്റാരുടെയൊക്കെയോ തെറ്റുകൾ കൊണ്ട് സംഭവിച്ചതാണ്. അതൊരു തെറ്റാണ് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസും എത്തിയിട്ടുണ്ട്. അപ്പോൾ ആരുടെയും തങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തങ്ങൾക്ക് സംഭവിച്ച നഷ്ടം അവർക്ക് കൃത്യമായ അവകാശമുണ്ട്. ആ നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് ആ നഷ്ടപരിഹാരം നൽകാനുള്ള നടപടിയിലേക്ക് കടക്കണം. കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലം സന്ദർശിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള ഉറപ്പുകൾ നൽകിയിട്ടുണ്ട്. ഇനി തൃപ്പൂണിത്തുറ നഗരസഭയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള റവന്യൂ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ സർക്കാരിലേക്ക് സമർപ്പിക്കുക. അതനുസരിച്ചായിരിക്കും നഷ്ടപരിഹാരം വിതരണം ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കുക. വേണു. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ സ്ഫോടനം നടന്ന സ്ഥലത്ത് അശ്വിൻ പാലാഴിയും ചേരുന്നു. അശ്വിൻ, നിലവിലെ അവിടുത്തെ സാഹചര്യം എന്താണ്? ഈ അപകട കാരണം ഷോർട്ട് സർക്യൂട്ടാണ് എന്നതിൽ സ്ഥിരീകരണമായോ?
വേണു, ഫയർഫോഴ്സ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് വാഹനത്തിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് ഈ അപകട കാരണം എന്നുള്ളൊരു നിഗമനത്തിലേക്ക് അവരെത്തിയത്. എന്തായാലും അതിൽ വിശദമായ ഫോറൻസിക് പരിശോധന വാഹനത്തിൻ്റെ ചേസിൽ നടക്കുന്നുണ്ട്. ഫോറൻസിക് വിദഗ്ധർ അല്പസമയം മുമ്പ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ വാഹനത്തിൽ നിന്നും ഇതിൻ്റെ സാമ്പിളുകൾ ശേഖരിക്കുന്നുണ്ട്. അതടക്കമുള്ള പരിശോധനകൾ ശാസ്ത്രീയമായി തന്നെ നടത്തി അതിൻ്റെ ഫലം പുറത്തു വന്നാലേ എന്താണ് അപകടത്തിന് കാരണമായത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായൊരു മറുപടി ലഭിക്കുകയുള്ളൂ. എന്തായാലും ഫയർഫോഴ്സ് പ്രാഥമിക നടത്തിയ ഒരു അന്വേഷണത്തിൽ അവർക്ക് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നിഗമനം മാത്രമാണ് ഈ ഷോർട്ട് സർക്യൂട്ട് എന്നുള്ളത്. കാരണം മറ്റ് സാഹചര്യങ്ങൾ ഇവിടെ ഇത്തരത്തിലൊരു സ്ഫോടനം നടക്കാനുള്ള മറ്റു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരിശോധനയിൽ അവർക്ക് വ്യക്തമാകുന്നത്. എന്തായാലും ഈ ശാസ്ത്രീയമായ പരിശോധന ഫലം തന്നെയാകും ഇതിനെ ആശ്രയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നിലവിൽ ഇപ്പോൾ ഇവിടെ നിന്ന് ആളുകളെ പൂർണ്ണമായും ഇതിൻ്റെ അടുത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. പോലീസ് കൃത്യമായി അകത്തേക്ക് പ്രവേശിക്കാതിരിക്കാനുള്ള നടപടികൾ നടത്തിയിട്ടുണ്ട്. രാവിലെ ഈ സ്ഫോടനം നടക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അവശിഷ്ടങ്ങൾ തെറിച്ച് സമീപത്തെ വീടുകൾ തകരുന്നതിനൊപ്പം ഇവിടുത്തെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും KSEB നേരിട്ടെത്തിയ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള ജോലികളും ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം ഇവിടുത്തെ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റോഡിലേക്ക് തെറിച്ച വീടുകളുടെയും മതിലിൻ്റെയും ഒക്കെ അവശിഷ്ടങ്ങൾ JCB ഉപയോഗിച്ച് മാറ്റുകയാണ്. അങ്ങനെ അതിനപ്പുറത്തേക്കുള്ള വീടുകളിലേക്കൊക്കെ ആളുകൾക്ക് പോകാനുള്ളൊരു സാഹചര്യം ഒരുക്കുന്നുണ്ട്. എന്തായാലും ഈ പരിശോധന അടക്കം ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയുമാണ്. വേണു, വയനാട് മാനന്തവാടിയിൽ പടമല സ്വദേശി അജീഷിനെ കൊന്ന ബേലൂർ മഖിനയെ പിടികൂടാനുള്ള ദൗത്യം വൈകുന്നു. ആനയുടെ സ്ഥലം മാറുന്നതാണ് തിരിച്ചടി. ഇതിനിടെ ആനയുടെ 100 മീറ്റർ അടുത്ത് വരെ ദൗത്യസംഘം എത്തിയിരുന്നു. RRT സംഘത്തിന്റെ നിരീക്ഷണ വലയത്തിലാണ് ആന. സാഹചര്യം അനുകൂലമായാൽ മയക്കുവെടിവെക്കാൻ ദൗത്യസംഘം സജ്ജമെന്ന് വനംവകുപ്പ് അറിയിച്ചു. 200ഓളം ജീവനക്കാരും 4 കുങ്കിയാനകളുമാണ് ദൗത്യത്തിലുള്ളത്. വന്യജീവി ആക്രമണം തടയുന്നതിൽ സർക്കാരിന് ഗുരുതര വീഴ്ചയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. റേഡിയോ കോളർ സിഗ്നൽ ലഭിക്കുന്നില്ലെന്ന വാദം തെറ്റെന്നും അജീഷിന്റെ വീട് സന്ദർശിച്ച ശേഷം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അല്ല, ഞാൻ ചോദിക്കുന്നത് ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടോ? ഷോർട്ട് ടൈമിലേക്കും ലോങ് ടൈമിലേക്കും ഇത്രയും ഒരു വിഷയം വരുമ്പോൾ, ഈ വന്യജീവി ആക്രമണം വർദ്ധിക്കുമ്പോൾ അതിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ളൊരു പദ്ധതി ഉണ്ടോ? ഒന്നുമില്ല കയ്യിലേ. അത് ലാഘവത്വമാണ്. അതായത് അത്രയും നിസ്സാരമായിട്ടാണ് ആ വിഷയത്തെ കാണുന്നത്. ഇത് വലിയ പ്രധാനപ്പെട്ട വിഷയമൊന്നും ഈ ബജറ്റിന് മുമ്പ് അറിയാൻ പാടാത്ത ആരാളുള്ളത്? താമരശ്ശേരി ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച അജീഷിന്റെ വീട് സന്ദർശിച്ചു. മാനന്തവാടിയിൽ പ്രതിഷേധം തുടരുകയാണ്. BJP പ്രവർത്തകർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. മാനന്തവാടി DFO ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനിടെ ഉന്തും തള്ളുമുണ്ടായി. കൂടുതൽ വിവരങ്ങളുമായി അരുൺ പാറയ്ക്കൽ ചേരുന്നു. അരുൺ, ആദ്യം ഈ ദൗത്യം ഇന്ന് ഫലപ്രദമായി പൂർത്തിയാക്കാൻ കഴിയുമോ? ഇനിയിപ്പോൾ 5 മണിക്കപ്പുറത്തേക്ക് ദൗത്യം നീളാത്ത സാഹചര്യത്തിൽ അതിന്റെ സാധ്യത എത്രത്തോളം? വേണു, ഇതുവരെ ആനയെ ബേലൂർ കൃത്യമായ വയനാട്ടിൽ മോഴയാനയെ പിടികൂടി മയക്കുവെടി വയ്ക്കാനുള്ള ദൗത്യം നീളുകയാണ്. ഇന്ന് ഈ കാര്യത്തിൽ ഫലപ്രദമായ നടപടി ഉണ്ടാകും, ദൗത്യം പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് DFO അടക്കം ഉദ്യോഗസ്ഥർ പറഞ്ഞത്. എന്നാൽ ഇപ്പോഴും അത് സാധ്യമായിട്ടില്ല. 5 മണിക്ക് ശേഷം മയക്കുവെടി വയ്ക്കാനുള്ള സാധ്യതകളും പരിമിതമാണ്. അതുകൊണ്ട് തന്നെ ഇന്നും ഈ ദൗത്യം പൂർത്തിയാകില്ല. ഇന്നലത്തെ പോലെ തന്നെ ഇന്നും നിരാശയാണ് ഫലം. നാളത്തേക്ക് ദൗത്യം നീളും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ആനയെ കൃത്യമായി എവിടെയെന്ന് കണ്ടെത്താൻ കഴിയാതിരിക്കുന്ന പ്രതിസന്ധിയാണ് ഇന്നും തുടരുന്നത്. കൃത്യമായി ആനയെ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞു, സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നൊക്കെ വനപാലകർ, RRT സംഘം ഒക്കെ അവകാശവാദം ഉന്നയിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ വീണ്ടും ആനയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന സാഹചര്യമാണ് ഉള്ളത് എന്നറിയുന്നു. അരുൺ പാറയ്ക്കൽ തുടരുന്നുണ്ട്. അരുൺ, പറഞ്ഞോളൂ. അരുൺ ഇതിന്റെ വിശദാംശങ്ങളുമായി അല്പസമയത്തിനകം ചേരും. ബീഹാറിൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ നിയമസഭയിൽ വിശ്വാസം നേടി. 129 അംഗങ്ങളാണ് നിതീഷിനെ പിന്തുണച്ചത്. വോട്ടെടുപ്പിൽ നിന്നും RJD, കോൺഗ്രസ്, ഇടതു പാർട്ടികൾ വിട്ടുനിന്നു. RJDക്ക് കനത്ത തിരിച്ചടി നൽകി വിശ്വാസ വോട്ടെടുപ്പിന് തൊട്ടു മുൻപായി 3 MLA-മാർ ഭരണപക്ഷത്തോടൊപ്പം ചേർന്നു. RJD ഭരണത്തിലാണ് ഏറ്റവും കൂടുതൽ വർഗീയ കലാപങ്ങൾ നടന്നതെന്ന് നിതീഷ് കുമാർ നിയമസഭയിൽ പറഞ്ഞു. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അച്യുതൻ, RJD എന്നാൽ ഇന്നുവരെ BJPയുമായി സഹകരിക്കാത്ത പാർട്ടിയാണ്. അവിടെ നിന്നാണ് ഇപ്പോൾ 3 MLA-മാർ കൂറുമാറിയിരിക്കുന്നു എന്ന രൂപത്തിലുള്ള വിവരങ്ങൾ വരുന്നത്. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? നിതീഷ് വിശ്വാസ വോട്ട് നേടിയതിൻ്റെ വിവരങ്ങളും എന്തൊക്കെയാണ്?
വേണു, അങ്ങനെ ആ ഒരു അനിശ്ചിതത്വത്തിനൊടുവിൽ നിതീഷ് കുമാറിന്റെ സർക്കാർ വിശ്വാസം നേടിയിരിക്കുകയാണ്. 129 അംഗങ്ങളാണ് അദ്ദേഹത്തെ നിതീഷ് കുമാറിന്റെ സർക്കാരിനെ NDA സർക്കാരിനെ പിന്തുണച്ച നിയമസഭയിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഏറെ നിർണായകമായത് ഈ 4 വോട്ടുകൾ പ്രതീക്ഷിച്ചതിൽ നിന്നും അധികം ലഭിച്ചിട്ടുണ്ട്. അത് RJDയുടെ ഭാഗത്തു നിന്നാണ് അത്തരമൊരു നീക്കം ഉണ്ടായതെന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. ഏതാണ്ട് 4ഓളം MLA-മാർ കൂറുമാറിയതായും സൂചനകളുണ്ട്. പക്ഷേ ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. നിയമസഭാ സമ്മേളനം, പ്രത്യേകമായി ചേർന്ന നിയമസഭാ സമ്മേളനം വലിയ വാഗ്വാദങ്ങൾക്കാണ് ഇടയാക്കിയത്. RJD നേതാവ് തേജസ്വി, മുൻ ഉപമുഖ്യമന്ത്രിയായിരുന്ന തേജസ്വി യാദവ് നിതീഷ് കുമാറിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയാണ് ചെയ്തത്. കാരണം അദ്ദേഹം ഉയർത്തിയ വാദങ്ങൾ ഒരിക്കലും ബീഹാറിലെ ജനത നിതീഷ് കുമാറിനോട് പൊറുക്കുകയില്ല. പ്രധാനമന്ത്രി അദ്ദേഹത്തോട് ചോദിക്കണം ഇനിയും കൂറുമാറുമോ എന്നുള്ള ചോദ്യം. അങ്ങനെ നിരവധി വിമർശനങ്ങൾ തേജസ്വി യാദവ് നിതീഷ് കുമാറിന് നേരെ ഉന്നയിക്കുകയുണ്ടായി. എന്നാൽ നിതീഷ് കുമാറിന് അവസരം ലഭിച്ചപ്പോൾ നിതീഷ് കുമാറും ഈ RJD മഹാഗഡ്ബന്ധൻ സർക്കാരിനെ വലിയ രീതിയിലായിരുന്നു വിമർശിച്ചത്. അതായത് RJDയുടെ അദ്ദേഹം നിതീഷ് കുമാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് ലാലു പ്രസാദ് യാദവും ഭരിച്ചിരുന്ന കാലത്തൊക്കെ വലിയ രീതിയിലുള്ള വർഗീയ കലാപങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടായി. മുസ്ലിങ്ങളും ഹിന്ദുക്കളും പരസ്പരം അടിക്കുന്ന അവസ്ഥയാണുള്ളത്. എന്നാൽ താൻ അധികാരത്തിൽ വന്നതിന് ശേഷം അതെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സർക്കാരിനെ, മഹാഗഡ്ബന്ധിനെ ഇകഴ്ത്തിക്കൊണ്ടാണ് നിതീഷ് കുമാർ സഭയിൽ ഓരോ വാക്കുകളും പ്രയോഗിച്ചത്. അങ്ങനെ വാഗ്വാദങ്ങൾ നീണ്ടുനിന്നു. എന്തായാലും അതിനെല്ലാം ഒടുവിൽ വിശ്വാസ വോട്ടെടുപ്പിൽ അദ്ദേഹം 129 അംഗങ്ങളുടെ പിന്തുണ നേടി ആ ഒരു വിജയം ലഭിച്ചിരിക്കുന്നു. എന്തായാലും RJD, കോൺഗ്രസ്, ഇടത് പാർട്ടികൾ ഈ വോട്ടെടുപ്പ് ബഹിഷ്കരിച്ച് പുറത്തു പോവുകയാണ് ഉണ്ടായത്. ഒപ്പം മറ്റുള്ളവരും, ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ചൗധരിയും സാമ്രാജ് ചൗധരിയും RJDക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇതുവരെയുള്ള അഴിമതി ഭരണങ്ങളെല്ലാം തുടച്ചു നീക്കി ബീഹാറിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി ഭരണം നടത്തുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും അത്തരം വാദപ്രതിവാദങ്ങളും നിയമസഭയിൽ ഉണ്ടായിരുന്നു. വേണു, അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഗുഡ് ഈവനിംഗ്. മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബെല്ലിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. വിൽപ്പന സമ്മർദ്ദത്തിൽ തകർന്ന ഇന്ത്യൻ ബെഞ്ച്മാർക്ക് സൂചികകൾ. നിഫ്റ്റി 191 പോയിന്റ് നഷ്ടത്തിൽ 21,591-ലും സെൻസെക്സ് 523 പോയിന്റ് നഷ്ടത്തിൽ 71,072 പോയിന്റിലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്മോൾ ക്യാപ്, മിഡ് ക്യാപ് സൂചികകളിൽ വൻ നഷ്ടം. പണപ്പെരുപ്പ കണക്കുകൾ നിർണായകമാകും. പേടിഎമ്മുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറെന്ന് ആക്സിസ് ബാങ്ക്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അനുമതി നൽകിയാൽ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് ആക്സിസ് ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ അമിതാഭ് ചൌധരി. പേടിഎം പേയ്മെന്റ്സ് ബാങ്കിനെതിരെ സ്വീകരിച്ച നടപടി പുനഃപരിശോധിക്കാൻ സാധ്യതയില്ലെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അയോധ്യയിൽ പഞ്ചനക്ഷത്ര ഹോട്ടൽ ആരംഭിക്കാൻ തീരുമാനിച്ച് ഓൺലൈൻ ട്രാവൽ അഗ്രഗേറ്റർ ഈസ് മൈ ട്രിപ്പ്. കമ്പനി ജീവണി ഹോസ്പിറ്റാലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് വഴി 100 കോടി രൂപ വരെ ഹോട്ടലിനായി നിക്ഷേപിക്കും. അയോധ്യയ്ക്കും ലക്ഷദ്വീപിനും ശക്തമായ ടൂറിസം അടിത്തറ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കമ്പനി വിലയിരുത്തൽ. വാൾട്ട് ഡിസ്നി ഏറ്റെടുക്കാൻ തീരുമാനിച്ച് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ലയന ചർച്ചകൾ അവസാന ഘട്ടത്തിൽ. നിർദ്ദിഷ്ട സംരംഭത്തിൽ $1.5 ബില്യൺ വരെ നിക്ഷേപിക്കാനും സാധ്യത. ശ്രീലങ്കയിലും മൗറീഷ്യസിലും UPI സേവനങ്ങൾ ആരംഭിച്ചു. റുപേ കാർഡ് സേവനങ്ങളും മൗറീഷ്യസിൽ ലഭ്യം. ഇരു രാജ്യങ്ങളിലും ആദ്യ UPI ഇടപാട് നടത്തി ഇന്ത്യൻ പൗരന്മാർ. UPI ഇടപാടുകളുടെ സൗകര്യത്തെക്കുറിച്ച് പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇനി മാർക്കറ്റ് അനാലിസിസ് ആണ്. വെള്ളിയാഴ്ച ഉണ്ടായ ഒരു ശക്തമായ തിരിച്ചുവരവിന് ശേഷം ഇന്നത്തെ ഇടപാടുകളിൽ ഇന്ത്യൻ ഓഹരി വിപണി വീണ്ടും ഒരു നെഗറ്റീവ് നോട്ടിലേക്ക് വഴുതി വീണിരിക്കുകയാണ്. സ്മോൾ ക്യാപ്, മിഡ് ക്യാപ് സൂചികളിൽ പ്രധാന ബെഞ്ച് മാർക്ക് സൂചികളേക്കാൾ വലിയൊരു നഷ്ടം സംഭവിച്ചിരിക്കുകയാണ്. ഏകദേശം 3% നഷ്ടമാണ് മിഡ് ആൻഡ് സ്മോൾ ക്യാപ് സൂചികളിൽ ഉണ്ടായിരിക്കുന്നത്. ബാങ്കിംഗ്, പ്രതിരോധം, പവർ, റെയിൽവേ സ്റ്റോക്കുകളാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന സമ്മർദ്ദം നേരിട്ട ഓഹരികൾ. നിക്ഷേപകർക്ക് ഒരു ദിവസം 7 ലക്ഷം കോടിയിലധികം നഷ്ടമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. കോൾ ഇന്ത്യ,
ഹീറോ മോട്ടോകോർപ്പ്, BPCL, ONGC, NTPC എന്നിവ നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ട ഓഹരികളാണ്. ഇനി നമുക്ക് മാർക്കറ്റിന്റെ ഒരു ട്രെൻഡിലേക്ക് വന്നാലും നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി സൂചികളെല്ലാം തന്നെ ഒരു റെഡ് സിഗ്നലിലാണ്, ഒരു നെഗറ്റീവ് മോഡിലാണ് ഇന്നത്തെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. നിഫ്റ്റി 50യിൽ 166 പോയിന്റ് ഇടിഞ്ഞ് 21,616 പോയിന്റിലാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് ആൻഡ് നിഫ്റ്റി സ്മോൾ ക്യാപ്പിലാണ് ഏറ്റവും കൂടുതൽ ഒരു വിൽപ്പന സമ്മർദ്ദം നേരിട്ടത്. ഏകദേശം ഒരു 3% നഷ്ടമാണ് മിഡ് ആൻഡ് സ്മോൾ ക്യാപ്പ് ഓഹരികളിൽ ഉണ്ടായിരിക്കുന്നത്. വലിയ രീതിയിൽ ഓട്ടോ ആൻഡ് മെറ്റൽ അതുപോലെ തന്നെ പബ്ലിക് സെക്ടർ ബാങ്കുകളിലൊക്കെ തന്നെ വലിയൊരു വിൽപ്പന സമ്മർദ്ദം നേരിട്ടു. ആളുകൾ നിക്ഷേപകർ അവരുടെ പ്രോഫിറ്റ് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ തോതിൽ ഓഹരികൾ വിറ്റഴിച്ചതാണ് ഇത്തരത്തിലൊരു സമ്മർദ്ദം ഉണ്ടാകാനായിട്ട് കാരണം. നിഫ്റ്റി ബാങ്കിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു നെഗറ്റീവ് നോട്ടിലേക്ക് പോയിരിക്കുന്നത്. 752 പോയിന്റ് ഇടിവിൽ 44,882 പോയിന്റിലാണ് നിഫ്റ്റി ബാങ്കിൽ വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് ആണെങ്കിലും നെഗറ്റീവ് മോഡിൽ തന്നെയാണ്. 19,918 284 പോയിന്റ് ഇടിവിലാണ് വ്യാപാരം അവസാനിച്ചത്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് വരികയാണെങ്കിലും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ സെൻസെക്സും ഒരു റെഡ് മാർക്കിലാണ് ഇന്ന് വ്യാപാരം അവസാനിച്ചത്. 523 പോയിന്റ് ഇടിവിൽ 71,072 പോയിന്റിലാണ് ഇന്ന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നഷ്ടമുണ്ടായിരിക്കുന്നത്. ഡോളറിന്റെ രീതിയിലേക്ക് വരികയാണെങ്കിൽ ഒരു ഡോളറിന് ഇന്ത്യൻ രൂപ 83.0 എന്ന രീതിയിലാണ് ഡോളറിന്റെ ഇന്ന് വ്യാപാരം നടക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു വിൽപ്പന സമ്മർദ്ദം വിപണിയിൽ ഉണ്ടായിട്ടുണ്ട്. പണപ്പെരുപ്പ കണക്കുകളൊക്കെ തന്നെ പുറത്തു വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിൽ ആളുകൾ അവരുടെ ലാഭമെടുക്കലിന്റെ ഇതിലേക്ക് പോയതാണ് വിപണി ഇത്തരത്തിൽ എത്തിക്കാനായിട്ട് കാരണം. ഇനി മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥിയാണ്. DBFSന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ പോൾ തോമസ് ആണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. ഗുഡ് ഈവനിങ് ശ്രീ പോൾ തോമസ്. മാർക്കറ്റ് ഒരു നെഗറ്റീവ് നോട്ടിലാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനി പണപ്പെരുപ്പ കണക്കുകളൊക്കെ വരാനിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള നിക്ഷേപകർ ഈ പണപ്പെരുപ്പ കണക്കുകളിൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതാണോ വിപണിയിലെ ഒരു ഇതിന് കാരണം? ഇനി വരാനിരിക്കുന്ന മാർക്കറ്റിന്റെ ചലനങ്ങൾ എങ്ങനെയാണ്? ഗുഡ് ഈവനിങ്. ഇന്ന് മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് മോഡിൽ തന്നെ ആയിരുന്നു. കാരണം കാലത്ത് ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്ത ഒരു 10-50 പോയിന്റ് നിഫ്റ്റി ഉയർന്നെങ്കിലും പിന്നീട് പതുക്കെ മാർക്കറ്റിൽ താഴോട്ട് പോകുന്നതായിട്ടാണ് കണ്ടത്. മാർക്കറ്റ് ഇന്ന് ഏകദേശം 166 പോയിന്റ് നിഫ്റ്റിയിൽ താണാണ് ക്ലോസ് ചെയ്തത്. എന്നിരുന്നാലും 21,600 മുകളിൽ ക്ലോസ് ചെയ്തു എന്നുള്ളത് ഒരു ആശ്വാസം തന്നെയാണ്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സെല്ലിംഗ് കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇനി സെല്ലിംഗ് ഉണ്ടാവണം എന്നൊന്നും നിർബന്ധമില്ല. പ്രത്യേകിച്ച് ഇൻഫ്ലേഷൻ റേറ്റുകൾ വരാനുണ്ട്. അതിനെ ആശ്രയിച്ചായിരിക്കും നാളത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഒരു പരിധിവരെ എന്ന് നമുക്ക് നിശ്ചയിക്കാം. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ PSU കമ്പനികളിലുണ്ടായ ഉയർച്ചയും അതുപോലെ റെയിൽവേ സ്റ്റോക്കിലുണ്ടായ അസാധാരണ ഉയർച്ചയൊക്കെയാണ് അതിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ ഒരു ഓവർ ബോട്ട് പൊസിഷൻ ആയിരുന്നു ഒരുപാട് സ്റ്റോക്കുകളിൽ. അതിൻ്റെ ഒരു വൈൻഡിങ് അപ്പ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ചിലപ്പോൾ ഈ സ്റ്റോക്കുകളിൽ കുറച്ചും കൂടെ സെല്ലിംഗ് ഉണ്ടാവാനും സാധ്യതകളുണ്ട്. എന്നിരുന്നാലും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 21,475 ഒക്കെ നല്ല സപ്പോർട്ട് ഏരിയകളാണ്. അതുകൊണ്ട് ആ ലെവലൊക്കെ വരുമ്പോഴത്തേക്കും മാർക്കറ്റ് ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള സാധ്യതകളാണ് മാർക്കറ്റിനുള്ളത്. ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് എടുത്തു കഴിഞ്ഞാൽ ബാങ്കുകൾ താഴെയായിരുന്നു. പ്രധാനമായിട്ട് PSU ബാങ്കുകൾ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് തുടങ്ങിയ ഷെയറുകളൊക്കെയാണ് 4% മുതൽ 10% വരെ താഴ്ന്നത്. എന്നാൽ IT സ്റ്റോക്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വിപ്രോ, HCL ടെക് തുടങ്ങിയ ഷെയറുകളൊക്കെ 2% മുകളിലാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ IT ഇൻഡെക്സും മുകളിൽ തന്നെയാണ്. ഏകദേശം 3/4% മുകളിലാണ് നിഫ്റ്റി IT ക്ലോസ് ചെയ്തത്. അതുകൊണ്ട് മാർക്കറ്റിന് വളരെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ഇന്ന് മാർക്കറ്റിലുണ്ടായത്. അത് പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് കയറിയ ഷെയറുകളിലാണ് ഈ വിൽപ്പന സമ്മർദ്ദം ഇന്നുണ്ടായത് എന്ന് മനസ്സിലാക്കാം. നന്ദി. ശ്രീ പോൾ തോമസ് ആണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി ചേർന്നത്. വലിയ രീതിയിലുള്ള ഒരു വിൽപ്പന സമ്മർദ്ദം വിപണിയിൽ ഉണ്ടാക്കിയ ചലനമാണ് ഇന്നത്തെ ഒരു ട്രെൻഡ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇനി ഇന്ത്യയുടെ ഉപഭോക്തൃ വില സൂചന അടിസ്ഥാനമാക്കിയുള്ള ഈ മാസത്തെ പണപ്പെരുപ്പ നിരക്കും ഡിസംബറിലെ വ്യാവസായിക ഉൽപാദന സൂചിക ഡേറ്റയും ഇന്ന് പുറത്തിറക്കാനുണ്ട്. നാളെ വരാനിരിക്കുന്ന US പണപ്പെരുപ്പ കണക്കുകൾ നിക്ഷേപകർ കാത്തിരിക്കുകയാണ്. അങ്ങനെ വിപണിയെ സ്വാധീനിച്ചേക്കാവുന്ന നിരവധി ഘടകങ്ങൾ ബാക്കി നിൽക്കെ ഇന്നത്തെ മാർക്കറ്റ് വ്യൂയുടെ പൂർണ്ണമാകുന്നു. ഇനി നാളെ കാണാം. ഇന്ന് സംഭവിച്ചതുമായി വേണു ബാലകൃഷ്ണൻ തുടരും. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. വയനാട് പുൽപ്പള്ളിയിൽ വീണ്ടും കടുവയിറങ്ങി. വടാനക്കവലയിലെ ജനവാസ കേന്ദ്രത്തിലാണ് കടുവ ഇറങ്ങിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി.
സുർജിത്ത് അയ്യപ്പത്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സുർജിത്ത്, എന്താണ് വിവരങ്ങൾ? 12 മണിയോടെയാണ് പുൽപ്പള്ളിയിൽ കടുവ ഇറങ്ങിയത്. പ്രദേശവാസിയായിട്ടുള്ള കൂവപ്പിളാക്കൽ ബിജുവും ഭാര്യയും ജോലി ചെയ്യുന്നതിനിടെയാണ് ഈ കടുവയുടെ സാന്നിധ്യം കണ്ടത്. ഒരു കാട്ടുപന്നിയെ ഓടിച്ചുകൊണ്ട് കടുവ റോഡിലേക്ക് ജനവാസ കേന്ദ്രത്തിലേക്ക് വരികയായിരുന്നു. പിന്നീട് ഈ കാട്ടുപന്നി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അധികം വേഗത്തിലായിരുന്നില്ല ഇത് വന്നത് എന്നുള്ള വിവരമാണ് ലഭ്യമാവുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഈ വനപാലകർ പ്രദേശത്തെത്തി. അപ്പോഴും ഈ തെരച്ചിലിനിടെ കടുവ ഓടിപ്പോകുന്നു കണ്ടു. കൃഷിയിടത്തിലായിരുന്നു കടുവ ഉണ്ടായിരുന്നത്. ഇതേ തുടർന്ന് മേഖലയിൽ കൂട് വെക്കാനുള്ള തീരുമാനത്തിലേക്കാണ് വനംവകുപ്പ് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പുൽപ്പള്ളി ആനപ്പാറയിലും അതോടൊപ്പം തന്നെ ചില്ലിംഗ് പ്ലാന്റിന് സമീപത്തും കടുവയെ കണ്ടതായി നാട്ടുകാർ പറയുന്നുണ്ട്. 2 ആഴ്ചയായി മേഖലയിൽ കടുവയുടെ സാന്നിധ്യമുണ്ട്, തുരത്താൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ താന്നിത്തെരുവ്, സുരഭിക്കവല എന്നിവിടങ്ങളിൽ കാറ്റിൽ ലിഫ്റ്റിങ്ങും ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു കന്നുകാലിയെയും ഒപ്പം തന്നെ ഒരു ആടിനെയുമാണ് കടുവ കൊന്നത്. ഇതിനുശേഷം ഈ 2 ഇടത്തും കൂട് സ്ഥാപിച്ചിരുന്നു. ഇപ്പോൾ നിലവിൽ ഈ പ്രദേശത്തും, അതായത് ഈ മുള്ളംകൊല്ലി നഗരത്തിനടുത്തുള്ള പ്രദേശമാണ് ഈ വാടാനക്കവല എന്ന് പറയുന്നത്, ഇവിടെയും കൂട് വെക്കാനുള്ള തീരുമാനത്തിലേക്കാണ് വനം വകുപ്പ് എത്തിയിട്ടുള്ളത്. മേഖലയിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ക്യാമ്പ് ചെയ്യുകയാണ്. മറ്റൊരു ചോദ്യം ഇപ്പോൾ ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എനിക്ക് പിറകിൽ കാണുന്നത് ആ ദൗത്യമാണ്. ദൗത്യം അവസാന ഘട്ടത്തിലാണ്. ഈ ആന നേരത്തെ ഈ വനംവകുപ്പിൻ്റെ റഡാറിൽ നിന്ന് ഒഴിവായി പോയിരുന്നു. അതായത് കുറച്ചുകൂടി വേഗത്തിൽ നീങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് അല്പസമയം മുമ്പ് അതിനെ വീണ്ടും കാണുകയും അത് ഈ ദേശീയപാതയുടെ സമീപത്തേക്കായി വരുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു വിവരം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു. ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ 100 മീറ്റർ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിൽ ഇവിടെയെല്ലാം തന്നെ വനംവകുപ്പിൻ്റെ വാഹനങ്ങൾ വെച്ചുകൊണ്ട് വാഹനങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ റോഡിലേക്ക് മുളയാന കയറി വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു പരിശോധന തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഇവിടേക്ക് ഇറങ്ങി വന്നാൽ മയക്കുപിടി വെക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് വനംവകുപ്പിനുള്ളത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് നോർത്തേൺ CCF ഉണ്ട്. ഒപ്പം തന്നെ DFO ഷജ്ന കരീമിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ. അതോടൊപ്പം മറ്റൊരു DFO ആയിട്ടുള്ള ഫ്ലൈങ് സ്ക്വാഡ് DFO ഇംതിയാസ് ഉൾപ്പെടെ അജിത് കെ രാമൻ ഉൾപ്പെടെയുള്ള DFOമാരെല്ലാം തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. ഇവർ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ്. എന്തായാലും ഈ ആന ഇവിടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, അതായത് ഈ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ ഡാർട്ടിങ് സാധ്യമാകും. കുറച്ചുകൂടി പരന്ന ഒരു പ്രദേശമാണ്. ഇന്ന് വിവിധ ഘട്ടങ്ങളിൽ, അതായത് ഉച്ചവരെ ആന കൃത്യമായി വനംവകുപ്പ് RRT സംഘത്തിൻ്റെ അധീനതയിൽ ഉണ്ടായിരുന്നു. അവരുടെ കൃത്യം 100 മീറ്റർ വരെ ആനയുടെ അടുത്തുവരെ എത്തിയതാണ്. അതിനുശേഷം അത് അല്പം ഒഴിവായി പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അതായത് ആ സർവേലൻസിൽ നിന്ന് അത് പോകുന്ന നിലയാണ് ഉണ്ടായത്. പക്ഷേ ഇതിന് ശേഷം ഇപ്പോൾ ആനയുടെ സാന്നിധ്യം ഈ ദേശീയപാതയോട് ചേർന്ന പ്രദേശത്തേക്ക് കടന്നു വരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യമാണ് ഇപ്പോൾ വനംവകുപ്പിന് വിവരമായി ലഭിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പരിശോധന, അതായത് ഇവിടേക്ക് വന്നാൽ കൃത്യമായ രീതിയിൽ തന്നെ വെടി ഉതിർക്കാൻ കഴിയും എന്നുള്ളതാണ് വനംവകുപ്പിൻ്റെ പ്രതീക്ഷ. അവസാന ഘട്ടമാണ്. കാരണം ഇന്ന് വെളിച്ചം മങ്ങുന്നു. സ്വാഭാവികമായും അത് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇവിടേക്ക് കടന്നു വന്നാൽ മയക്കുവെടി വെക്കാൻ അത് കുറച്ചുകൂടി വളരെ സുഗമമായ രീതിയിൽ തന്നെ സാധ്യമാകും എന്നുള്ള പ്രതീക്ഷയാണ് വനംവകുപ്പിന് മുന്നിലുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വനംവകുപ്പ് RRT സംഘം ഇപ്പോൾ ആനയെ കൃത്യമായ രീതിയിൽ തന്നെ പിന്തുടരുന്നുണ്ട്. അത് ദേശീയപാതയുടെ പ്രദേശത്തേക്ക്, അതായത് ഇത് മൈസൂർ കാട്ടിക്കുളം, മാനന്തവാടിയിൽ നിന്ന് മൈസൂരിലേക്ക് പോകുന്ന ബാവലി വഴി പോകുന്ന പ്രധാനപ്പെട്ട പാതയാണ്. ഈ പാതയിലേക്ക് കടന്നു വരും എന്നുള്ള പ്രതീക്ഷയാണ് വനംവകുപ്പിനെ സംബന്ധിച്ചുള്ളത്. ഇവിടെ വെച്ച് മയക്കുവെടി ഉതിർക്കാൻ കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. അതായത് വാഹനങ്ങൾക്കെല്ലാം തന്നെ ഒരു നിയന്ത്രണം ഇവിടെ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടേക്ക് കടന്നു വന്നാൽ സ്വാഭാവികമായും അത് മയക്കുവെടി വെക്കുക എന്നുള്ള ദൗത്യത്തിലേക്ക് കടക്കും. ആളുകളെ സംബന്ധിച്ചും വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ ആളുകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇവിടെ മയക്കുവെടി വെക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ആളുകളെ സംബന്ധിച്ച് പ്രകടിപ്പിക്കുന്നത്. നേരം ഇരുട്ടാൻ വേണ്ടി പോകുന്നു. സ്വാഭാവികമായും അത് ഒരുപക്ഷെ ഈ പ്രവർത്തനത്തെ ബാധിക്കും. പക്ഷേ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ഈ മേഖലയിലെത്തി വെടിയുതിർക്കാൻ കഴിയുമോ എന്നുള്ള അത്തരത്തിലുള്ള നീക്കമാണ് ഇപ്പോൾ വനംവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ തിരക്കിട്ട കൂടിയാലോചനകൾ എനിക്ക് പിറകിൽ നടക്കുകയാണ്. നോർത്തേൺ CCF KS ദീപയുണ്ട്, DFOമാരുണ്ട്. അവരെല്ലാം തന്നെ ചേർന്നുകൊണ്ട് ഒരു വലിയ കൂടിയാലോചനയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രതീക്ഷയിലാണ് നാട്ടുകാരും ഒപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും. വേണു. ശരി, ബേലൂർ മഖ്ന ദൗത്യം പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളാണ് സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും നൽകിയത്. ഇന്ന് സംഭവിച്ചതിലേക്ക് വീണ്ടും സ്വാഗതം. തൃപ്പൂണിത്തുറ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ K ബാബുവിന് തിരിച്ചടി.
തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് കേസിൽ കെ ബാബുവിന് തിരിച്ചടി. എം സ്വരാജിന്റെ ഹർജി നിലനിൽക്കും എന്ന ഹൈക്കോടതി വിധി ശരിവെച്ചു. മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് വോട്ട് പിടിച്ചെന്ന് ആരോപിച്ചുള്ള എം സ്വരാജിന്റെ ഹർജി നിലനിൽക്കുമെന്ന് കഴിഞ്ഞ മാർച്ചിലാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. ഹൈക്കോടതി നടപടികൾ തുടരാമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രാധാകൃഷ്ണൻ, ബാബുവിന്റെ ഹർജി തള്ളിക്കൊണ്ടുള്ള കോടതി വിധിയുടെ വിശദാംശങ്ങൾ എന്താണ്? വേണു, ഈ കോടതി വിധിയുടെ അടിസ്ഥാനമായിട്ട് സുപ്രീം കോടതി പരിശോധിച്ചത് മതചിഹ്നങ്ങൾ ഉപയോഗിച്ചു എന്ന വാദം തെരഞ്ഞെടുപ്പ് ഹർജികളുടെ ഭാഗമായിട്ട് പരിഗണിക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട വാദമാണോ എന്നുള്ളതാണ്. അടിസ്ഥാന വിവരങ്ങൾ പരിശോധിച്ചതിൽ നിന്നും മതചിഹ്നങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളത് ആ മേഖലയിൽ വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തിയ ഒരു ഘടകമാണ് എന്ന പ്രതീതി കോടതിക്ക് മുന്നിൽ എത്തിക്കാനായി എം സ്വരാജിന് സാധിച്ചു എന്ന ഒരു നിഗമനമാണ് കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, ഈ രണ്ട് ഭാഗത്തുമുള്ള സാക്ഷികൾ, ആ സാക്ഷികളുടെ വാദം ഏതാണ്ട് പൂർത്തിയാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഉള്ളത് ബാബുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സാക്ഷിയുടെ വിചാരണ മാത്രമാണ് ശേഷിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ കേസിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു മുൻവിധി വേണ്ട എന്ന തീരുമാനം കോടതി കൈക്കൊള്ളുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയുടെ നിലപാട് ഏതെങ്കിലും വിധത്തിൽ അതിനെ തുടർന്ന് എന്ന ഒരു നിഗമനത്തിലേക്ക് കോടതി എത്തിയത്. കോടതി ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ഈ കേസിനെ അംഗീകരിക്കാൻ, അഥവാ ബാബു നൽകിയ ഹർജിയെ തള്ളാനായിട്ടുള്ള കാരണമായി ചൂണ്ടിക്കാട്ടിയത് മതചിഹ്നങ്ങൾ ഉപയോഗിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ് തെരഞ്ഞെടുപ്പ് കേസ് നിലനിൽക്കാൻ. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ സുപ്രീം കോടതി വളരെ കൃത്യമായിട്ടുള്ള പരിശോധന നടത്തിയിട്ടുണ്ട്. അങ്ങനെ നടത്തിയ ഒരു പരിശോധനയെ ഏതെങ്കിലും വിധത്തിൽ അവമതിക്കേണ്ട ഒരു സാഹചര്യമില്ല. മാത്രമല്ല, അതിനനുബന്ധമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കാനായിട്ട് ഈ ബാബുവിന് സാധിക്കുകയും ചെയ്തിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ തുടർന്ന് ഹൈക്കോടതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. കെ ബാബുവിന്റെ ഭാഗത്ത് നിന്ന് ഉള്ള സാക്ഷികളുടെ വിസ്താരത്തിലായിരിക്കും ഇനി ഈ കേസ് ഹൈക്കോടതിയിൽ ആരംഭിക്കുക. ഫെബ്രുവരി 19-നായിരിക്കും ഈ കേസ് ഇനി ഹൈക്കോടതി പരിഗണിക്കുന്നത്. എം സ്വരാജിനെ പ്രതിനിധീകരിച്ചത് അഭിഭാഷകരായിട്ടുള്ള PV ദിനേശും PS സുധീറും ആണ്. അവർ ഈ കേസുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഏത് വിധത്തിലാണ് എം സ്വരാജിനെ ഈ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചത് വഴി ഉള്ള പ്രചരണം ബാധിച്ചത് എന്നതടക്കമുള്ള വിവരങ്ങൾ വിശദീകരിക്കാനായിട്ട് ശ്രമിച്ചു. അതിൽ ഒരുപക്ഷെ കോടതിക്ക് തൃപ്തി ഉണ്ടായി എന്ന് വേണം നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കെ ബാബുവിന്റെ ഹർജി അത് നിലനിൽക്കുന്നതല്ല എന്നൊരു നിഗമനത്തിലേക്ക് കോടതി എത്തിയത്. മാത്രമല്ല, കേരള ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഇടപെടലിനും സുപ്രീം കോടതി തയ്യാറായില്ല. ശരി, ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് കേസിൽ കെ ബാബു MLA ക്ക് തിരിച്ചടി. ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർണ്ണമാകുന്നു.